ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ജ്ഞാനമൂലം ഗുരോമുഖി പൂജാമൂലം ഗുരോ പദം മന്ത്രമൂലം ഗുരോർവാക്യം മോക്ഷമൂലം ഗുരോകൃപ. നമഃ ശിവായ ഗുരവേ സച്ചിദാനന്ദമൂർത്തേ നിഷ്പ്രപഞ്ചായ ശാന്തയ നിരാലംബായ തേജസി നിത്യം ശുദ്ധം നിരാഭാസം നിരാകാരം നിരഞ്ജനം നിത്യബോധം ചിദാനന്ദം ഗുരും ബ്രഹ്മ നമാമ്യഹം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയപ്പെട്ട മിത്രങ്ങളെ, വളരെ ധന്യമായ ഒരു നിമിഷങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ഇവിടുത്തെ കുട്ടികൾ അവരുടെ ആദ്യ സഹകരണം തന്നെ ഇവിടുത്തെ ഗുരുപൂർണിമ മഹോത്സവം വാസ്തവത്തിൽ പൂർണ്ണമായിരിക്കുകയാണ്. ഇതിൽ കുട്ടികൾ നടത്തിയ പ്രാർത്ഥന, അതിനുശേഷം രാമായണ പാരായണം നടത്തിയ നിധി പ്രസാദ് വളരെ മനോഹരമായിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയും അമ്മമ്മയും അമ്മാവനുമൊക്കെ രാമായണം വായിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാകുമായിരുന്നില്ല അന്നത്തെ പ്രായത്തിൽ. എങ്കിലും രാമായണ പുസ്തകത്തിലെ ഇതളുകളിൽ കൊടുത്തിരുന്ന രാമൻ്റെയും ഗുഹൻ്റെയും സീതയുടെയും ഒക്കെ രേഖാചിത്രങ്ങൾ നോക്കിയിരിക്കുമായിരുന്ന ഓർമ്മകളിലേക്ക് വാസ്തവത്തിൽ നിധി എന്നെ കൊണ്ടുപോവുകയും വളരെ സന്തോഷം. ഇവിടെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചർ നൽകിയ വെൽക്കം സ്പീച്ച്, അതുപോലെ കുമാരി നക്ഷത്ര സന്തോഷ് ആ ഗണഗീതം പാടുമ്പോൾ സംഘസ്ഥാനിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്ന ആ ഓർമ്മ എന്നിലേക്ക് വളരെ ശക്തമായിട്ട് വരികയാണ്. ശാഖ കഴിഞ്ഞ് കൈ ഹൃദയത്തിൽ വെച്ച് നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം എന്നുള്ള ഗീതം ചൊല്ലുമ്പോൾ അന്ന് ദേശഭക്തി കൊണ്ടും ദേശവികാരം കൊണ്ടും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് വൈകാരികമായ
സംഘസന്ദർഭങ്ങളാണ് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഇവിടെ വന്ന് വീണ്ടും വീണ്ടും ഓർമ്മിക്കുവാനുള്ള അവസരമുണ്ടായി. എന്നെ ക്ഷണിക്കാൻ വന്ന രവി, അതുപോലെ ഒരു സുഹൃത്തുക്കൂടെ കൂടെ ഉണ്ടായിരുന്നു, ആശ്രമത്തിൽ വന്ന് നമ്മെ ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ അതിനോട് ചേർന്ന് വന്ന ഈ വിദ്യാലയ അന്തരീക്ഷം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും ഓർമ്മകളിൽ ഉണ്ടായിരിക്കും. ശ്രീ മോഹൻജി, ശ്രീ കെ എ വിനോദ്ജി, ശ്രീമതി ബിൻഷജി, അതുപോലെ ശ്രീമതി അശ്വതി ജ്യോതിബാസുജി, എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞു കുട്ടികളോട് സംവദിക്കാൻ കിട്ടിയ നിമിഷം വളരെ ധന്യമാണ്. ഇന്ന് ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു കുഞ്ഞു മകൻ്റെ പിറന്നാൾ ആശംസ അർപ്പിച്ചൊരു സന്ദർഭമായിരുന്നു. ഇതാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടത്. അന്നത്തെ ദിവസം നമ്മൾ കേക്ക് മുറിക്കുകയോ അതല്ല എങ്കിൽ മറ്റ് നോൺ വെജ് ഭക്ഷണങ്ങൾ നൽകി കുട്ടികളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കാതെ തികച്ചും മാതൃകാപരമായ ഭാരതീയമായ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കേണ്ടത് എന്നുള്ളൊരു മഹത്തായ സന്ദേശമാണ് ഇന്ന് ഇവിടെ നിന്നും ഉണ്ടായത്. അത് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വിദ്യാലയം എന്ന് പറയുമ്പോൾ അറിവ് പകർന്നു കൊടുക്കുന്ന ഇടമാണ്. നമ്മുടെ അധ്യാപകന്മാർ എല്ലാവരും നമ്മുടെ ആചാര്യന്മാരാണ്, ഗുരുക്കന്മാരാണ്. ഇന്ന് ഇത്തരം വിദ്യാലയങ്ങളിലൂടെ ആധുനികമായ സൗകര്യങ്ങളോട് കൂടി വിദ്യ അഭ്യസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ പുരാതന ഭാരതത്തിൽ കുട്ടികൾ വിദ്യ അഭ്യസിച്ചിരുന്നത് ഋഷിമാരുടെ ഇടങ്ങളിലായിരുന്നു, ഋഷികവാടങ്ങളിൽ. വനാന്തരങ്ങളിൽ ഉണ്ടായിരുന്നതായ പഠനശാലകൾ യൂണിവേഴ്സിറ്റിക്ക് സമാനമായ തലത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ടുള്ളതായ ഗുരുകുലങ്ങൾ, അവിടെയാണ് വിദ്യ അഭ്യസിച്ചിരുന്നത്. അവിടെ വിദ്യ പകർന്നു തന്നുകൊണ്ടിരുന്ന ഗുരുക്കന്മാർ, ഋഷിമാർ, അവർ സർവശാസ്ത്ര പാരംഗതരായിരുന്നു. 11 വയസ്സാകുമ്പോൾ തൻ്റെ അമ്മ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറയും, ഹേ സൗമ്യ എന്നാ വിളിക്കുന്നത്. ഹേ സൗമ്യ, നിനക്ക് ഇപ്പോൾ 11 വയസ്സായിരിക്കുന്നു. നിനക്ക് വേദാധ്യയനം ചെയ്യേണ്ട കാലമായി വന്നിരിക്കുന്നു. നിന്റെ കുലത്തിലുള്ള പൂർവികരായ എല്ലാവരും തന്നെ വേദബന്ധുക്കളായിരുന്നു, ബ്രഹ്മവിത്തുകളായിരുന്നു. അതുപോലെയുള്ളതായ ജ്ഞാനം ആർജിക്കുവാൻ നിനക്കും വേദാധ്യയനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്തുള്ള പഠനാശ്രമത്തിലേക്ക് പോകാം. അവിടെ നിനക്ക് വിദ്യ തരുവാൻ കെൽപ്പുള്ള, ആർജവമുള്ള, പൂർണ്ണപ്രജ്ഞനായിരിക്കുന്ന ഒരു ഗുരുവുണ്ട്. ഗൗതമനെ പോലെ, കണാദനെ പോലെ, സാഖ്യനെ പോലെ, വൈശമ്പായനെ പോലെ, വസിഷ്ഠനെ പോലെ ഉള്ള ഗുരുക്കന്മാർ. അങ്ങനെയുള്ളതായൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഇന്ന് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കൈപിടിച്ച് ആ വനാന്തരത്തിലേക്ക് പോവുകയാണ്. കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് അമ്മ തിരിച്ചു പോരുന്നു. പിന്നെ ആ അമ്മ കുഞ്ഞിനെ കാണുന്നത് എന്നാണെന്നറിയാമോ?
ഒരുപക്ഷെ 12 വർഷങ്ങൾക്ക് ശേഷം, അതല്ല ഒരുപക്ഷെ 24 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും മകൻ വളർന്നിരിക്കുന്നു. ഗുരുസേവ ചെയ്ത് മഹാപണ്ഡിതനായി, സ്വയം വ്യാഖ്യാതാവായി, ബ്രഹ്മവർച്ചസായി തീർന്നിരിക്കുന്നതായ പുത്രൻ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഗുരുസേവ ചെയ്തുകൊണ്ടാണ് വിദ്യ അഭ്യസിച്ചത്. ഗുരുവിന് വേണ്ട എല്ലാ സേവകളും ചെയ്യുന്നു. ഗുരുവിൻ്റെ ധർമ്മപത്നി നിർദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ ആശ്രമങ്ങളിൽ വേണ്ട പോലെ ചെയ്യുന്നു. ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് വേദാധ്യയനം ചെയ്യുന്നു. അങ്ങനെ നിരന്തരമായ ചിട്ടയായ ജീവിതം കൊണ്ട് അവന് 24 വയസ്സ് ആകുമ്പോഴേക്കും അവനും തൻ്റെ ഗുരുവിനെ പോലെ പൂർണ്ണപ്രജ്ഞനായി മാറുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ്റെ വേദ പഠനങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഗുരു ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. 12 വർഷങ്ങൾക്ക് ശേഷം അവനോട് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്താണ്? മാതൃദേവോ ഭവ, മാതാവിനെ അമ്മയായി കാണണമെന്നാണ്. അതിനുശേഷമാണ് പിന്നെ വരുന്നതെല്ലാം ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അമ്മ എന്ന് പറയുന്ന പരമമായ മൂല്യം, അതിനപ്പുറത്തൊരു മൂല്യമില്ല മക്കളെ, ഒരു സംശയവും വേണ്ട. നിങ്ങളെ കൺസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ RNAയിലും DNA-യിലും കോഡ് ചെയ്ത് തരുന്നതായ ഒരു സംസ്കാരമുണ്ട്, ഒരു സംസ്കൃതിയുണ്ട്. അത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടിയതാണ്. അത് പൂർവാർജിതമാണ്. അതിലൂടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗുണവിശേഷങ്ങളും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അമ്മയാണ് അതുകൊണ്ട് ആദ്യത്തെ ഗുരു. അവൾ സർവജ്ഞയാണ്, അവൾ ജഗജ്ജനനിയാണ്, അവൾ പെറ്റമ്മയുമാണ്. ഈ വിദ്യാലയത്തിൻ്റെ പേരെന്താണ്? സരസ്വതി വിദ്യാനികേതൻ എന്നാണ്. സരസ്വതി അമ്മയാണ്, അറിവിൻ്റെ അമ്മയാണ്, അറിവ് തന്നെയാണ്. അങ്ങനെയുള്ളതായ ആ അമ്മ തന്നെയാണ് 11 വയസ്സ് വരെ തൻ്റെ കുട്ടിക്ക്, തൻ്റെ കുട്ടിയുടെ സംസ്കാരത്തിന്, സംസ്കൃതിക്ക്, അവൻ്റെ വ്യക്തിത്വത്തെ പാകപ്പെടുത്തുന്ന തരത്തിൽ അവനെ കൈപിടിച്ചുകൊണ്ട് നടന്ന് ഓരോന്ന് കാട്ടിക്കൊടുത്തും പറഞ്ഞുകൊടുത്തും അവനെ വളർത്തിക്കൊണ്ടുവന്നത്. അവന് സ്തന്യാമൃതം പകർന്നു കൊടുക്കുന്ന ആ നിമിഷം മുതൽ അവന് കൊടുക്കേണ്ടുന്നതായ അന്നം അമൃതഭാവേന അവൻ്റെ വായിൽ വെച്ചു കൊടുത്ത് അവനെ ഭുജിപ്പിച്ച് അവനെ അവനാക്കി മാറ്റുന്നത് ആരാണ്? നിങ്ങളുടെ അമ്മയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് സ്കൂളിൽ വന്നതിന് ശേഷമല്ല, അമ്മയുടെ വയറ്റിൽ കിടന്ന് തന്നെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഓരോ അമ്മമാരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒരു പ്രജയെ ഈ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ അവൾ ഇത്തരത്തിലുള്ളതായ ആചാര അനുഷ്ഠാനങ്ങളിലും വേദാധ്യയനങ്ങളിലും മുഴുകി ജീവിക്കേണ്ടതാണ്. അതിൻ്റെ സംസൃഷ്ട രൂപമാണ് ആ പ്രജ, ആ സന്തതി എന്ന് പറയുന്നത്. ആ സന്തതിയുടെ എല്ലാ കഴിവുകളും പൂർണ്ണമാക്കി കൊടുക്കുന്നത് പിന്നീട് ഗുരുവാണ്. ഗുരുവിൻ്റെ അടുത്തുകൊണ്ട് അമ്മ കൊടുക്കുമ്പോൾ, ആ കുട്ടിയെ കൊടുക്കുമ്പോൾ ഗുരുവിന് എന്താണ് ചെയ്യുന്നത്? സ്വാഭാവികമായും സഹജമായും ആ കുട്ടിയിൽ അന്തർലീനമായിരിക്കുന്നതായ അവൻ്റെ ഉത്കൃഷ്ടമായ സഹജവാസനകളെ വളർത്തി ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ രൂപത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നു. അത് ഗുരുവാണ്. അത് മനസ്സിലാക്കണം. ആ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പൊരുൾ എന്ത് എന്ന് കാണിച്ചു തരുന്നതാണ്. ഈ പ്രപഞ്ച സംവിധാനത്തിൽ നാം വന്ന് പിറന്നിരിക്കുന്നു. താൻ എന്ന് പറയുന്നതായ വ്യക്തിത്വവും
താൻ ഉൾപ്പെടുന്നതായ ആകവെയുള്ളതായ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സ്വദേശീയത എന്ത് എന്ന് വ്യക്തമാക്കി തന്നുകൊണ്ട് ജീവിതത്തിൻ്റെ പരമാർത്ഥത്തിലേക്ക്, തൻ്റെ അകംപൊരുളിലേക്ക്, തൻ്റെ സ്വത്വബോധത്തിലേക്ക് നയിക്കുന്നതായ ഗുരു ആണ് നമ്മുടെ അടിസ്ഥാനം. ഗുരുവിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതമില്ല. എന്നാൽ അതിന് മറുവശമുണ്ട്, അത് അമ്മയുമാണ്. നമ്മുടെ ജീവിതമാകുന്ന നദി അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശം അമ്മയാണെങ്കിൽ മറുവശം ഗുരുവാണ്. ഇടതും വലതും. അമ്മ എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, മാതൃഭാവത്തിൻ്റെ പരമോന്നതമായ അനുഭൂതി അത് നമ്മെ തരിണിതമാക്കുന്നു. നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ കുഞ്ഞിനെ പരമ്പൊരുളിലേക്ക് നയിക്കുവാൻ കെൽപ്പോടുകൂടി തൻ്റെ വലതുവശത്ത് നിൽക്കുന്ന നമ്മുടെ ഗുരുവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാർത്ഥകതയ്ക്ക് അമ്മയും ഗുരുവും ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. അത്തരത്തിലുള്ളതായ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അത്രയ്ക്ക് ഉന്നതമാണ് നമ്മുടെ സംസ്കാരം. ഈ പുണ്യഭൂമിയിൽ വന്ന് പിറക്കുവാൻ ജനിച്ചത് തന്നെ സുഹൃതം കൊണ്ടാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം ഭാരതം എന്ന് പറയുന്നത് യോഗഭൂമിയാണ്, പുണ്യഭൂമിയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഇനി എത്രയോ ജന്മങ്ങൾ എനിക്കുണ്ടാവട്ടെ, 1000 ജന്മങ്ങൾ എനിക്കുണ്ടാവട്ടെ. സാധാരണ സന്യാസിമാർ ജനന മരണങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നതിന് വേണ്ടി, നിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് തപോനിരതമായി ജീവിക്കുന്നത്. ഇനി ജനനം വേണ്ട, അപ്പോൾ പിന്നെ മരണവും വേണ്ട. ഇങ്ങനെ ജനന മരണങ്ങൾക്ക് അതീതമായ ഒരു ജീവിതത്തിലേക്ക്, ആ പരമ്പൊരുളിലേക്കുള്ളൊരു ജീവിതയാത്രയുടെ ലക്ഷ്യമായി കാണുന്നത് ആത്യന്തികമായ മോക്ഷം ആണ് ഒരു സന്യാസി ഇച്ഛിക്കുന്നതെങ്കിൽ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എനിക്ക് 1000 ജന്മങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭാരതഭൂമിയിൽ വന്ന് പിറക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കണം. സ്വാമിജി പറഞ്ഞ എന്താണെന്നറിയാമോ? ഗംഗയുടെ തീരത്ത് ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും എനിക്ക് ഇനി ജനിക്കുവാൻ കഴിയണമെന്നാണ്. അതാണ് നമ്മുടെ സംസ്കാരം. ഇന്ന് നമുക്ക് എത്ര യൂണിവേഴ്സിറ്റികൾ ഭാരതത്തിലുണ്ട്, വിദേശങ്ങളിലുണ്ട്. നമ്മളിന്ന് പലപ്പോഴും കേരളത്തിൽ നിന്നും കൂടുതൽ ഉപരിപഠനത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, ഭാരതത്തിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, BC കാലഘട്ടങ്ങളിൽ ഭാരതത്തിലേക്കായിരുന്നു വിദേശത്തു നിന്നും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വേണ്ടി വന്നുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കൂ, ഭാരതത്തിൻ്റെ വൈജ്ഞാനിക സമ്പത്ത് എത്ര മേലെയായിരുന്നു എന്ന്. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയത്തക്ക തരത്തിലുള്ളതായ ഒരു സന്ദേശം കൊടുക്കുവാൻ കെൽപ്പുള്ളൊരു ഭരണകൂടം ഒരു 15 വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല ഇവിടെ. അതുകൊണ്ടാണ് നളന്ദയും തക്ഷശിലയും പോലെയുള്ളതായ BC കാലഘട്ടങ്ങളിൽ 22ഓളം യൂണിവേഴ്സിറ്റികൾ ഭാരതത്തിൽ നിലനിന്നിരുന്നു. ഭാരതത്തിന്റെ വൈജ്ഞാനിക സമ്പത്ത് അതാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ അർത്ഥം? അറിവിൽ രതിയുള്ളവർ എന്നാണ്. പരവുമായ അറിവിൽ ആനന്ദം അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ളതായ ഒരു അറിവിൻ്റെ കേദാരമാണ് ഭാരതം. ആ ഭാരതത്തിലെ സന്തതികളെ നമുക്ക് ജനിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ ഈ വിദ്യാലയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുവാൻ, അതിനോട് അടുത്ത് ഇടപഴകുവാനുള്ളതായ സന്ദർഭങ്ങളെ വിട്ടുകളയരുത്. സ്കൂളിലുള്ള ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിലബസുകൾ പഠിക്കുമ്പോൾ തന്നെയും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കുറച്ച് സമയം മാറ്റിവെക്കണം. അതിന് അച്ഛനും അമ്മയും മുൻകൈയെടുക്കേണ്ടതാണ്. നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ചട്ടമ്പിസ്വാമികൾ, നാരായണ ഗുരു, വാഗ്ഭടാനന്ദദേവൻ, ശുഭാനന്ദദേവൻ, ഇങ്ങനെ എത്രയോ മഹത്തുക്കൾ, ശങ്കരാചാര്യ സ്വാമികൾ,
വന്നു പിറന്ന ഈ മണ്ണ് കേരളം പവിത്രമാണ്. അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഓർക്കണം, ശങ്കരാചാര്യസ്വാമികൾ ബാലനായിരിക്കവേ തന്നെ 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കാലഘട്ടം 4 വർഷം, ഈ 4 വർഷം കൊണ്ടാണ് പ്രൗഢമായ സംസ്കൃത ഭാഷയിലെ ബാദരായണന്റെ ബ്രഹ്മസൂത്രത്തിനും 10 ഉപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും വ്യാഖ്യാനം എഴുതിയത്. 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കാലഘട്ടം 4 വർഷം കുട്ടി. എങ്ങനെ സാധിച്ചത്? എവിടെ നിന്നാണ് ഈ ജ്ഞാനം വന്നത്? ഇന്ന് ഭാരതത്തിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശങ്കരന്റെ നിലപാടാണ്, അത് അദ്വൈത വേദാന്തമാണ്. അതിനെ ഭാഷ്യം ചെയ്ത് തന്നിരിക്കുന്നു. ഇതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഭാരതത്തിലുള്ള വൈജ്ഞാനിക സരണികളെല്ലാം തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. വേദങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതായ ഷഡ്ദർശനങ്ങൾ, ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ആ നാസ്തിക ദർശനങ്ങൾ, അതുപോലെ തന്നെ നാസ്തിക ദർശനങ്ങൾ, ബൗദ്ധം, ജൈനം, ചാർവാകം, ബൗദ്ധം തന്നെ സൗത്രാന്തികം, വൈഭാഷികം, മാധ്യമികം, യോഗാചാരം, 6 നാസ്തിക ദർശനങ്ങൾ, ഇങ്ങനെയുള്ളതായ ദാർശനിക സരണികളെ കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്നതായ ഭാരതം. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഏത് വിദ്യാഭ്യാസവുമായിക്കൊള്ളട്ടെ, അതിൻ്റെ ഉപരിപഠനത്തിലേക്ക് പോയി നിങ്ങളൊരു പോയി എന്ന് കരുതുക. ഗവേഷക വിദ്യാർത്ഥിയായി, നിങ്ങൾ ഉപരിപഠനത്തിലേക്ക് പോയി ഒരു ഗവേഷക വിദ്യാർത്ഥിയായി നിങ്ങൾ പഠിച്ച ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്താൽ എന്താണത് അർത്ഥമാക്കുന്നത്? പഠിച്ച വിഷയത്തിന്റെ സൂക്ഷ്മമായ തലമാണ്. അതിനെയാണ് ദർശനം എന്ന് പറയുന്നത്. ആ ദർശനത്തെ സംബന്ധിച്ചാണ്, അതിന്റെ ഉൾക്കാഴ്ചയാണ് നമ്മുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായി നാം കാണേണ്ടത്. ഉപനിഷത്തുകൾ വീടുകളിൽ പാരായണം ചെയ്യേണ്ടതാണ്. ഈശം, കേനം, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരികം, ബൃഹദാരണ്യം, ചാന്തോക്യം. നമുക്ക് എത്ര ഉപനിഷത്തുകളുണ്ടെന്നറിയാമോ? 1180 ഉപനിഷത്തുകളുണ്ട്. ഒരെണ്ണമെങ്കിലും നമ്മൾ മറിച്ചു നോക്കണ്ടേ, പാരായണം ചെയ്യണ്ടേ? എന്താണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ? ഗുരുനാഥന്റെ അടുത്ത് ചെന്നിരുന്ന് പഠിക്കുന്നതായ സന്ദർഭത്തെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഗുരുവിന്റെ അടുത്ത്, തൊട്ടടുത്ത്, നീ തൊട്ട് താഴെ ഷത് ഇരിക്കുക. ഇത് സാമാന്യമായ ഒരു അർത്ഥമാണ്. ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഇരുന്ന് വിദ്യ അഭ്യസിക്കുന്നതായ സന്ദർഭം, ആ മഹത്തായ സന്ദർഭത്തെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ഈ സരസ്വതി വിദ്യാനികേതനിൽ വന്നിരുന്ന് പഠിക്കുമ്പോൾ, നിങ്ങളുടെ ഗുരുക്കന്മാർ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, അത് പരമാർത്ഥത്തിൽ ഉപനിഷത്ത് സന്ദർഭമാണ്. നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വലിയൊരു അറിവിൻ്റെ പ്രധാന പ്രക്രിയയാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ സമ്പൂർണമായൊരവസ്ഥയാണ്, സമ്പൂർണതയാണ്. ഗുരു അറിവാണ്. അറിവ് സമാഹൃതമായി തീർന്നതാണ് ഗുരു. പരമമായ അറിവ് മനുഷ്യാകാരം കൊണ്ടിരിക്കുന്നതാണ് ഗുരു. നാരായണ ഗുരു അങ്ങനത്തെ ഒരു ഗുരുവായിരുന്നു. രമണ മഹർഷി അങ്ങനത്തെ ഒരു ഗുരുവായിരുന്നു. പരമമായ അറിവ് മനുഷ്യാകാരം കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതായൊരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഒരുവൻ ഇരിക്കുമ്പോൾ അവൻ എന്താണ് വേണ്ടത്? അവന് പരമമായ അറിവാണ് വേണ്ടത്, പരമമായ ശാന്തി. നമ്മുടെ ജീവിതത്തിൽ ശാന്തി അനുഭവിക്കണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ അവസാനം ഏതൊരുവനും കണ്ടെത്തുന്നത് ഗുരുവിൻ്റെ സവിധങ്ങളാണ്. ഗുരുവിനെ കാണുന്ന മാത്രയിൽ ഒരുവൻ സമാധാനം ഉണ്ടാകുന്നു, ശാന്തി ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഉണ്ടാകുന്നത്?
ഗുരു വളരെ ശാന്തയുക്തനാണ്, ഗുരു സമാധാനമുള്ളവനാണ്. അങ്ങനെ സമാധാനമുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മളറിയാതെ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ഒരു കിരണം രൂപപ്പെട്ടു വരുന്നു. ആ ശാന്തിദായകമായ നിമിഷത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുവചനങ്ങൾ കേൾക്കുവാനും കേട്ടതിനെ മനനം ചെയ്യുവാനും കഴിയുമ്പോൾ ഗുരു എന്താണോ പറഞ്ഞത്, ആ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്താണ്, അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പൊരുൾ എന്താണ്, അതിനെ തന്നെ നാം മനനം ചെയ്ത് ജീവിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആ പരമമായ വാക്കിൻ്റെ പൊരുൾ സത്യമായി തീരുന്നു. അവനും ഗുരുവിനെ പോലെ പൂർണ്ണപ്രജ്ഞനായിത്തീരുന്നു. അങ്ങനെയുള്ളതായ ആ പൂർണ്ണപ്രജ്ഞതയിലേക്ക് നയിക്കത്തക്ക തരത്തിലുള്ളതായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പുരാണ ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇനിയും വേണ്ടത്. പക്ഷെ ഇന്ന് ഒരു യൂണിവേഴ്സിറ്റി പഠനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു കുട്ടിക്ക് അവിടെ യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ലെക്ചറോ ഒരു പ്രൊഫസറോ മാതൃദേവോ ഭവ എന്ന് പഠിപ്പിക്കുന്നുണ്ടോ? അമ്മയെ ദൈവത്തെ പോലെ കാണണം എന്ന് ഒരു യൂണിവേഴ്സിറ്റി പഠനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു കുട്ടിയോട് ഏതെങ്കിലും പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ അമ്മ പ്രായമാകുമ്പോൾ അവൻ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാകുന്നു. അതിന് നേരമില്ല നോക്കാൻ. അപ്പോൾ അമ്മ കരയും, ഞാൻ നിങ്ങളുടെ കൂടെ എവിടെയെങ്കിലും ആ വീടിൻ്റെ മൂലയിൽ ഇരുന്നോളാം, എനിക്ക് 2 നേരം അല്പം ഭക്ഷണം തന്നാൽ മതി, ഞാൻ എവിടെയെങ്കിലും അവിടെ ഇരുന്നോളട്ടെ, എന്തിനാണ് എന്നെ വൃദ്ധസദനത്തിലാക്കുന്നത്? അപ്പോൾ ആ കുഞ്ഞ് ചോദിക്കും, അമ്മേ 11 വയസ്സ് വരെ 12 വയസ്സ് വരെ അമ്മയുടെ കൂടെ ജീവിച്ചിട്ടാണ് ഒരു കുട്ടിയെ ഗുരുകുലത്തിൽ കൊണ്ടുപോയാക്കുന്നത് എന്നുള്ള കഥ അമ്മ എനിക്ക് പറഞ്ഞു തന്നല്ലേ? അതെ. എന്നിട്ട് അമ്മ എന്നെ ബോർഡിങ്ങിൽ കൊണ്ടുപോയില്ലേ? ഉയർന്ന സ്കൂളുകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അമ്മയുടെ അടുത്ത് ജീവിക്കുവാൻ, അമ്മയുടെ കൂടെ ഇരിക്കുവാൻ, അമ്മയുടെ മടിയിൽ കിടക്കുവാൻ, അമ്മയുടെ കൂടെ കിടന്നുറങ്ങുവാൻ ആഗ്രഹിച്ച് എന്നെ കൊണ്ട് ബോർഡിങ്ങിലാക്കിയില്ലേ അമ്മ? ഞാൻ എത്ര വിഷമിച്ചാണ് ജീവിച്ചത് അമ്മയ്ക്കറിയാമോ? തിരിച്ചു ചോദിക്കും. ഇങ്ങനെ ചോദിക്കാതിരിക്കണമെങ്കിൽ അച്ഛനും അമ്മയും ശ്രദ്ധിക്കണം, മക്കളും ശ്രദ്ധിക്കണം. കാരണം കുടുംബം എന്ന് പറയുന്നത് എന്താണോ ഒരു കുട്ടി ഗുരുവിൽ നിന്നും ആർജിച്ചതായ അറിവ്, ആ അറിവിനെ സ്വാധ്യായം ചെയ്ത് ജീവിക്കേണ്ട ഉത്തമമായ ഒരു ജീവിത സന്ദർഭമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. 12 വർഷം ഗുരുവിൻ്റെ അടുത്തിരുന്ന് പഠിച്ച വിദ്യ ഗൃഹസ്ഥനായി തീർന്ന് കുടുംബജീവിതം നയിക്കുമ്പോൾ തൻ്റെ സഹധർമ്മിണിയോട് കൂടി ഇരുന്ന് വീണ്ടും ഗുരു പഠിപ്പിച്ചതിനെ സ്വാധ്യായം ചെയ്ത് ഉറപ്പിക്കുന്നതായ ഒരു സന്ദർഭമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ഗുരുകുലത്തിൻ്റെ ആ വിദ്യാഭ്യാസ സംസ്കാരം, ആശ്രമങ്ങളിൽ നിന്നും കിട്ടിയതായ ആ വിദ്യാഭ്യാസ സംസ്കാരം പൂർണ്ണമാക്കാൻ ഉള്ളതായ ദിവ്യമായ സന്ദർഭമാണ് കുടുംബജീവിതം. സായം സന്ധ്യകളിൽ അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുകയും പ്രമാണ ഗ്രന്ഥങ്ങൾ വായിച്ച് വ്യാഖ്യാനങ്ങൾ വായിച്ച് ചർച്ച ചെയ്യുകയും വേണം. എല്ലാത്തിനും കൂടി 1 മണിക്കൂർ അത് നിങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഗുരുകുലത്തിൽ നിന്നും കിട്ടിയതായ വിദ്യാഭ്യാസം, ധർമാധർമ്മം വിവേചനം ചെയ്യുവാനുള്ളതായ വിദ്യാഭ്യാസം, ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയുന്നത് ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെയാണ്. അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ചതായ ധർമാധർമ്മ വിവേചനം, ആ ധർമ്മബോധത്തിലിരുന്നു കൊണ്ട് തൻ്റെ കുടുംബജീവിതം നയിക്കേണ്ടതായ സന്ദർഭം അവൻ പിന്നെ വാനപ്രസ്ഥിയാകുന്നു. 60 വയസ്സാകുമ്പോഴേക്കും അവൻ ഏകാന്തമായ ഒരിടത്തിലേക്ക് മാറി കൂടുതൽ മനനത്തിനും ധ്യാനത്തിനും തൻ്റെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്.
ആ സമയത്ത് പുരുഷാർത്ഥങ്ങൾ പറയുന്നതായ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അതുപോലെ തന്നെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ഇത് ചേർത്ത് വയ്ക്കേണ്ടതാണ്. ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ 12 വർഷം ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് ധർമാധർമ്മ വിവേചനം ചെയ്യുവാൻ പഠിക്കുന്നു. പിന്നീട് അവന് ഗൃഹസ്ഥനാകുന്നു. ഗൃഹസ്ഥനാകുമ്പോൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായി അർത്ഥം സമ്പാദിക്കേണ്ടത് എങ്ങനെ, ധനം സമ്പാദിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിക്കുന്നു. അതാണ് പുരുഷാർത്ഥത്തിൽ രണ്ടാമത്തേത്. ധർമ്മം, അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിലേക്ക് വരുമ്പോഴാണ് 60 വയസ്സാകുന്നു. അപ്പോൾ പുരുഷാർത്ഥങ്ങളിൽ പറയുന്നതായ ധർമ്മം, അർത്ഥം, കാമം, 60 വയസ്സ് കഴിയുമ്പോൾ അവനിൽ ഉണ്ടാകുന്നതായൊരു കാമമുണ്ട്. എന്താണ് ആ കാമം? സത്യം അറിഞ്ഞേ ഒക്കുകയുള്ളൂ എന്നുള്ള കാമമാണ്. സത്യമറിയുവാനുള്ള ഉത്കടമായിട്ടുള്ള അഭിനിവേശം. അപ്പോൾ കൂടുതൽ കൂടുതൽ ഏകാന്തതയിലേക്ക് പോകുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ആ ജീവിതത്തിലൂടെ അവൻ എല്ലാ സുഖദുഃഖങ്ങളെയും അനുവർത്തിച്ചുകൊണ്ട് പരമപദത്തെ പ്രാപിക്കുന്നു. ഗാർഹസ്ഥ്യം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതൊരു ഇക്വേഷനാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ പരിപൂർണമാക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നതായ കൃത്യമായ ഒരു നിലപാടാണ് ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ കൂടി പഠിക്കുവാനുള്ളതായ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ സായം സന്ധ്യകൾ രാമായണം വായിക്കുന്നതിനും മഹാഭാരതം വായിക്കുന്നതിനും ഉപനിഷത്തുകൾ വായിക്കുന്നതിനും പ്രയോജനപ്പെടുത്തണം. അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അച്ഛനും അമ്മയും കുട്ടികൾക്ക് വായിച്ചു കൊടുത്ത് മനനം ചെയ്ത് വേണം സന്ധ്യാസമയം ചെലവഴിക്കാൻ. ദൈവത്തെ ഓർത്ത് ആ സമയത്ത് TV ഓൺ ചെയ്യരുത്, അത് ഓഫ് ചെയ്ത് വയ്ക്കുക. ഒരിക്കൽ പോലും സന്ധ്യാസമയങ്ങളിൽ TV ഓൺ ചെയ്യരുത്, അത് മാറ്റി വയ്ക്കുക, അത് ഓഫ് ചെയ്യുക. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ ഇത്രമാത്രമാണ്. ഈ ദിവ്യമായ സന്ദർഭത്തിലേക്ക് എന്നെ ക്ഷണിച്ചു വരുത്തിയ ഇതിൻ്റെ സംഘാടകർക്കും ഇവിടെയുള്ള അധ്യാപകന്മാർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പൂർണ്ണമാക്കുകയാണ്.